അപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും സുന്ദരമാണ്, പക്ഷെ എനിക്കത് കാണാനുള്ള ഭാഗ്യമില്ല. അദ്ദേഹം ആ കുട്ടി എഴുതുന്നത് തന്നെയാണ് അർത്ഥമാക്കിയത്. എനിക്ക് കണ്ണില്ല, കാഴ്ചയില്ല, കാണാൻ പറ്റില്ല, പക്ഷെ ഇതിൽ സംഭാവന ചോദിച്ചിട്ടില്ല. ഇത് വായിക്കുന്ന സമയത്ത് വായിക്കുന്നവരുടെ മനസ്സിലൊരു തട്ടൽ വരും. കാരണം നമുക്കൊക്കെ കാണാൻ പറ്റുന്നല്ലോ, പാവത്തിന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ദീനത ആ കുട്ടിയോട് തോന്നും, കാരുണ്യം തോന്നും. അങ്ങനെയാണ് ഈ പണം വന്നത് പറയാൻ. അപ്പോൾ നോക്കൂ, നമ്മുടെ സമീപനം മാറ്റുമ്പോണ്ടല്ലോ, ഇഫ് ഏബിൾ ടു തിങ്ക് ഡിഫറൻ്റ്ലി എന്ന് പറയും. ഇതാണ് ആത്മീയത. നമ്മൾ ചിന്തിക്കുന്നതൊന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ മനസ്സിന് ധൈര്യം തരാനും ശക്തി തരാനും യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാനെ ഉള്ളൂ എന്ന ബോധ്യം നമുക്ക് ക്രമേണ വരും. ഇന്ന് നമുക്കത് വരാത്തതിന് കാരണം നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട് ഭഗവാൻ എവിടെയോ ഉണ്ട് എന്നുള്ളത്. എവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നില്ല. മനസ്സിലല്ല ഭഗവാൻ. എൻ്റെ മനസ്സിനെ പോലും നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് നമ്മളങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല. ശ്വാസത്തിൻ്റെ ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭക്ഷണം ദഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. ഗീതയൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മനസ്സിലാവുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാനാണ് ഈ ചതുർവിധത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം വയറിലും ആരുണ്ട്? സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ട്? ഭഗവാനുണ്ട്. എല്ലാവരുടെയും മനസ്സിൻ്റെയും പിന്നിൽ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ട്? കണ്ണിൻ്റെ പിന്നിൽ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ട്? പല്ലിൻ്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞില്ല. അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ മുഴുവൻ ഭഗവാനുണ്ട്. ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം, ഈ ശരീരത്തെ നിലനിർത്തുന്നവൻ ഭഗവാന്. ഇതാണ് ഭാഗവതം കേട്ട് നമ്മുടെ മനസ്സിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവേണ്ടത്. വീണ്ടും നിങ്ങൾ ഈ ഭാഗവതമൊക്കെ കേട്ടിട്ട് ചോദിക്കരുത്, ഇനിയിപ്പോൾ ഞാൻ സുബ്രഹ്മണ്യനെ ആരാധിക്കണോ ശിവനെ ആരാധിക്കണോ എന്ന്. നോക്കൂ, ആ ചിന്തകളൊക്കെ നമ്മൾ ഉയർത്തു. നിങ്ങൾ സുബ്രഹ്മണ്യൻ്റെ രൂപം കണ്ടാലും ശരി, ശിവൻ്റെ രൂപം കണ്ടാലും ശരി, അയ്യപ്പൻ്റെ രൂപം കണ്ടാലും ശരി, രൂപത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴും ഉടനെ ഉറപ്പിക്കണം, ആ രൂപത്തെ നിലനിർത്തുന്ന തത്വം തന്നെയാണ് ഈ രൂപത്തെ, ഈ മനസ്സിനെ നിലനിർത്തുന്നത്. അതിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന ഒരു ബോധം, പ്രതിബോധ വിദിതം മതം, ഓരോ ചിന്തയുടെയും പിന്നിലുള്ള ആ തത്വത്തെ നമ്മൾ ദൃഢമായി ഉറപ്പിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞത് മനസ്സിലാവും. അതുകൊണ്ട് യോ അനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാനന്ദാം നാമാനി രൂപാണി ച ജന്മകർമ്മഭിർ ഭേദേമ സമഖ്യം പരമപ്രസീദതു. യോ അനുഗ്രഹാർത്ഥം, ഈ പരമമായ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ. അനാമരൂപോ, നാമവുമില്ല രൂപവുമില്ലാത്ത അനന്തനായിരിക്കുന്ന ഭഗവാൻ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ. നാമാനി രൂപാണി ജന്മകർമ്മഭി ഭേദേ സമഖ്യം, നാമവും രൂപവും എടുത്ത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം ഭഗവാന്റെ അവതാര ലക്ഷ്യങ്ങളൊക്കെ നാമരൂപങ്ങളില്ലാത്ത തന്നിലേക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ ഉയർത്താനാണ്. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട്, ഭഗവാനെ നമ്മൾ ഹിന്ദുക്കൾ കണ്ടത് വളരെ തെറ്റായ രീതിയിലാണ്. തെറ്റായ രീതി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളായിട്ടാണ് കണ്ടത്. പക്ഷേ ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനല്ല വന്നിരിക്കുന്നത്. ഭഗവാൻ ഒരു ഗുരുവായി, ഉപാസനാമൂർത്തി, ആ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ആ രൂപത്തിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് നിങ്ങളിലും ഇരിക്കുന്നത്, അത് തന്നെയാണ് ഞാനെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ ഉയർത്താൻ വന്നിരിക്കുന്ന അവതാര രൂപമാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണേണ്ടത് ഗുരുവായി കാണണം, ഉപാസനാമൂർത്തിയായി കാണണം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കാണണം. ഭഗവാൻ അവതരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അതായത് ഭഗവാൻ അവതരിക്കുക, ഭാരതത്തിൽ അനവധി അവതാരങ്ങളുണ്ട്. മറ്റ് മതത്തിലേക്ക് നോക്കിയാൽ അത്ര അവതാരങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് മത്സ്യമുണ്ട്, കൂർമ്മണ്ട്, വരാഹുണ്ട്, എത്രയോ അവതാരങ്ങളുണ്ട്, ഇപ്പോഴും അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാഗവതത്തിന് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും അവതാരങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ അക്ബറും ബീർബലും തമ്മിൽ ചർച്ച നടന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അക്ബർ ചോദിക്കുകയാണ് അത്ര ബീർബലിനോട്, നോക്കൂ, സർവത്ര നിറഞ്ഞിരിക്കുന്ന
അനന്തശക്തിയുള്ള ഒരു ഈശ്വരനെ നിങ്ങൾ ഒരു മനുഷ്യരൂപത്തിലൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിങ്ങൾ താഴോട്ട് കൊണ്ടുവരികയല്ലേ? അല്ലെങ്കിൽ ആ ഭഗവാന്റെ മഹിമ നിങ്ങൾ കുറയ്ക്കല്ലേ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ രൂപത്തിനും അതീതനല്ലേ? പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഭഗവാനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്? ഉടനെ ബീർബൽ അതിന് മറുപടി പറഞ്ഞില്ല എന്നാണ്. ഉത്തരവൊന്നും പെട്ടെന്ന് പറഞ്ഞില്ല. ഒരു ദിവസം ബീർബൽ അക്ബറേയും കൊണ്ട് ഗംഗയുടെ തീരത്ത് പോയിന്നാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോണി കാണിച്ചു കൊടുത്തു. ഗംഗയിൽ ആരോ കൊണ്ടുപോകുന്നൊരു തോണി. അതിൽ നോക്കിയപ്പോൾ ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ കയ്യിലൊരു കുട്ടി. അപ്പം അന്ന് അക്ബറുടെ കുട്ടിയും ഏറെക്കുറെ ചെറിയ കുട്ടിയാണ്. അപ്പം ബീർബലിനോട് ചോദിച്ചു, ആരാ ബീർബലെ അത്? ഉടനെ പറഞ്ഞു, അങ്ങ് മനസ്സിലാക്കുന്നില്ലേ, കാണുന്നില്ലേ, ഇത് അവിടുത്തെ തോഴിയാണ്, കൊട്ടാരത്തിലെ തോഴിയാണ്. അവളുടെ കയ്യിലിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞാണ്. എന്തിനാ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇവിടെ വന്നിരിക്കുന്നത്? അവൾ കുട്ടിക്ക് ഈ ഗംഗയിലെ ആ തോണിയിലുള്ള യാത്ര ആസ്വദിപ്പിക്കുകയാണ്, പാട്ട് പാടിക്കൊണ്ട്. എന്തൊഴുക്കുള്ള ഗംഗയിലാണ് അവൾ ഈ കുട്ടിയെ കൊണ്ട് വന്നിരിക്കുന്നത്, എന്ത് ധൈര്യം! ആര് പറഞ്ഞു അവളോട് കുട്ടിയെ കൊണ്ടുവരാൻ? എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തോണി ഒന്ന് സ്ലിപ്പായതും കയ്യിൽ നിന്ന് കുട്ടി വീണു. അക്ബർക്ക് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം തൻ്റെ രാജകീയ നിലവാരമൊക്കെ മറന്ന് നേരെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ചാടിയെന്നാണ്. വെള്ളത്തിലേക്ക് ചാടി നീന്താൻ നേരത്ത് ബീർബൽ പിടിച്ചു വെച്ചു. നീന്തണ്ട മഹാരാജൻ, എൻ്റെ കുട്ടി നെഞ്ചത്തടിക്കാൻ തുടങ്ങി. പറഞ്ഞു, ഇങ്ങോട്ട് കയറിക്കോളൂ. അത് അങ്ങയുടെ കുട്ടിയല്ല, പിന്നെ അതൊരു പാവക്കുട്ടിയാണ്. പിന്നെ താൻ എന്തിനാ എന്നെ വെള്ളത്തിലേക്ക് ചാടിച്ചതും എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്? അങ്ങ് ചക്രവർത്തി, അങ്ങ് മഹാൻ, അത്രയോ ശ്രേഷ്ഠൻ, അങ്ങനെയുള്ള ഒരാൾക്ക് തൻ്റെ കുട്ടിക്ക് വേണ്ടി വെള്ളത്തിലേക്ക് ചാടാന്നുണ്ടെങ്കിൽ, തൻ്റെ ചക്രവർത്തി പദം മറന്നുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടാന്നുണ്ടെങ്കിൽ, സർവജ്ഞനായ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാന് തൻ്റെ ഭക്തന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏത് രൂപം എടുത്തൂടെ ചക്രവർത്തി? പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പം ഭഗവാന് തൻ്റെ ഭക്തനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഏത് രൂപത്തെയും എടുക്കാൻ സാധിക്കും. ഒരു രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് കാളി രൂപത്തിൽ ഭഗവാൻ വരാം. അതേ കാളി രൂപത്തിലിരുന്ന ഭഗവാൻ തോത്താപ്പുരി എന്ന് പറയുന്ന ഗുരുവിൻ്റെ രൂപത്തിൽ വരാം. ഏത് രൂപത്തിലും വരാം. നിങ്ങൾ വിചാരിക്കരുത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശംഖചക്ര കഥാരൂപമാണ്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗണപതിയാണ്. അങ്ങനെയൊന്നുമല്ല ഭഗവാൻ. ഏത് രൂപം ധരിക്കാൻ പറ്റുന്നവനും ഏത് രൂപം ധരിക്കാൻ സാധിക്കുന്നവനുമാണ് ഭഗവാൻ എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ദുഷ്കൃതികളിൽ നിന്നും ഉയർത്താൻ ആര് നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നുണ്ടോ അവരൊക്കെ നമ്മുടെ മുന്നിൽ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് 24 ഗുരുക്കന്മാരെ പറയുമ്പം ഒരു വേശ്യയെപ്പോലും ഒരു പുഴുവിനെപ്പോലും ഗുരുവാക്കി സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. അപ്രകാരം ഭഗവാൻ പ്രകടമാവുന്നു. എന്നിട്ടോ യപ്രാകൃതേ ജ്ഞാനപതേ ജനാനം യഥാശയം ദേഹഗതോ വിഭാതി യഥാനില പാർത്ഥിവമാശ്രിതോ ഗുണം സ ഈശ്വരോ മേ കുരുതന്മനോരഥം. പറയണു ഭഗവാൻ പ്രാകൃതജ്ഞാനപഥൈ ജനാനം, അവിവേകത്തിൽ ജീവിക്കുന്ന ആളുകൾ. പ്രാകൃതൈ ജ്ഞാനപഥൈ. പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ പ്രാകൃതം എന്ന് പറയുന്നത് വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുന്നവരെയാണത്രേ പ്രാകൃത ഭക്തി എന്ന് ഭാഗവതത്തിൽ പറയുന്നത്. ഏകാദശം വരുമ്പോൾ കാണാൻ നിങ്ങൾക്ക് 3 തരം ഭക്തന്മാരെ കുറിച്ച് പറയും. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ. പ്രാകൃത ഭക്തനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അർച്ചായാമേവ ഹരേ പൂജാം യശ്രദ്ധയേ ഹതേ ന തൽഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. അവൻ പ്രാകൃത ഭക്തനാണ്. അർച്ചായാം ഹരയെ, അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൽ പൂജിക്കുക. അപ്പം വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കണ്ട് ആരാധിക്കുന്ന അത്തരത്തിലുള്ള ഭക്തിയുള്ളവരാണ് പ്രാകൃതർ. അങ്ങനെയുള്ള പ്രാകൃത ജ്ഞാനപതൈ ജനാനം, അങ്ങനെയുള്ള ആളുകളെ ഭഗവാൻ ദേഹമെടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവരെ ഉയർത്തുന്നു. സ ഈശ്വരോമേ, അങ്ങനെ അവതരിക്കുന്ന ഭഗവാൻ എൻ്റെ മനോരഥം സഫലമാകട്ടെ. ഭഗവാൻ എപ്രകാരമാണ് വരുന്നത്? യഥാ അനില പാർത്ഥിവമാശ്രിതോ ഗുണം. എപ്രകാരമാണോ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ചെടികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സുഗന്ധമുണ്ടല്ലോ, അത് കാറ്റെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വികാരങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മളെ ഉയർത്താനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞ്
അദ്ദേഹം സ്തുതിച്ചതും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഭഗവാൻ ആവിരാസിൽ കുരുശ്രേഷ്ഠ ഭഗവാൻ ഭക്തവത്സല, ഭഗവാൻ അവിടെ പ്രകടമായി എന്നാണ്. ഭഗവാൻ എങ്ങനെയാണ് പ്രകടമാകുന്നത്? കൃതപാദ സുവർണാസേ പ്രലംബാഷ്ടമഹാഭുജ ശങ്കാസി ചർമ്മേഷു ധനുപാശകദാധര പീതവാസാഘനശ്യാമ പ്രസന്നവദനേക്ഷണ വനമാലീതാംഗോ ലസശ്രീ വത്സകൗസ്തുഭം. അപ്പോൾ ഭാഗവതത്തിൽ എപ്പോഴൊക്കെ ഭഗവാൻ പ്രകടമാവുന്നോ അപ്പോഴൊക്കെ ഭഗവാൻ പ്രകടമാവുന്നത് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിതം കരുണാസമുദ്രം എന്ന് പറയുന്ന ഭഗവാന്റെ ആ പീതാംബരവും ശംഖചക്ര കഥാരൂപത്തെയാണ് വർണ്ണിക്കാറ്. അതായത് ഭഗവാൻ ശംഖചക്ര കഥാരൂപത്തിൽ പ്രകടമായി എന്ന്. ആ രൂപത്തെ കണ്ടതും നനാമദണ്ഡവൽ ഭൂമോ പ്രകഷ്ടാത്മാ പ്രജാപതി, ആ ദക്ഷൻ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച പ്രാചേത സമഹാഭാഗ സംസിദ്ധി തപസാ ഭവൻ യശ്രദ്ധയാ മൽപരയാ മയി ഭാവം വരം ഗതാ. അങ്ങ് മഹാഭാഗ്യവാനാണ്. അങ്ങ് എന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തപസ്സുകൾ ചെയ്തു. അതിൽ ഞാൻ വളരെ പ്രീതനായി ശ്രദ്ധയോടുകൂടി തപസ് ചെയ്ത അങ്ങയ്ക്ക് ഞാൻ എൻ്റെ മഹത്വം മനസ്സിലാക്കി തരാം. ഭഗവാൻ പറയുന്നു, പ്രീതോഹം തേ പ്രജാനാഥ യത്തേസ്യോൽഭ്രഹണം തപ മമേഷകാമോ ഭൂതാനം യദ്ഭൂതാസോ വിഭൂതയാം. അങ്ങയുടെ തപസ് ഈ വിശ്വത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങയിലൂടെ ഞാൻ പ്രജകളെ വർദ്ധിപ്പിച്ചു തരാം. അതുകൊണ്ട് ആദ്യം അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കൂ, എവിടെ നിന്നാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്? കാരണം പ്രജാസൃഷ്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് മറന്ന് എന്തൊക്കെയാണ് ഉണ്ടായതെന്നതിലേക്ക് മനസ്സങ്ങോട്ട് ചേർന്ന് വ്യാപരിച്ച് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഉറവിടം മറക്കും. അതിൽ നിന്ന് വന്നതൊക്കെ നമ്മൾ തൻ്റേതെന്ന് കരുതി അതിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം സൃഷ്ടിയിലേക്ക് ഇറങ്ങാൻ. ഏത് മനസ്സിലാക്കണം? എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. 47-ാമത്തെ ശ്ലോകം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണേ. അഹമേവാസമേവാഗ്രേ നാന്യത് കിഞ്ചാന്തരം ബഹി സംജ്ഞാനമാത്രമാവ്യക്തം പ്രസുപ്തിമിവ വിശ്യത മയി അനന്തഗുണേനന്ധേ ഗുണദോ ഗുണവിഗ്രഹാം യഥാസി തഥയേവാദ്യ സ്വയംഭൂ സമഭൂത് അജാം. ഇതാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അഹം ഏവ ആസമഗ്രേ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ചതുശ്ലോകി ഭാഗവതത്തിലെ ആ മന്ത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഭാഗവതം പഠിക്കുമ്പോഴല്ലോ, ഭാഗവതത്തിൽ എല്ലായിടത്തും പറയുന്നത് ഒരേ കാര്യമാണ്. എല്ലാ ഭഗവാനും പറയാനുള്ളത് ഇതാണ്. ഞാൻ രക്ഷിക്കുന്നല്ല ഭഗവാൻ പറയുന്നത്. നമ്മളെല്ലാവരും വന്നത്, ഈവൻ ഭഗവാനും അവതരിച്ച ഭഗവാനും ഇത് കേൾക്കുന്ന നമ്മളും പഠിക്കുന്ന നമ്മളും വന്നിരിക്കുന്നത് ഒരേ ആത്മാവിൽ നിന്ന് തന്നെയാണ്. അഹം ഏവ ആസം അഗ്രേ. ആരംഭത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഞ്ച അന്തരം ബഹി. അന്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഉള്ളിലുള്ള മനസ്സ്. ബഹി എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പം ശരീരവും മനസ്സും ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ സജ്ഞാനമാത്രം അവ്യക്തം. അവ്യക്തമായി ജ്ഞാനസ്വരൂപനായി ഇരുന്ന എന്നിൽ നിന്നാണ് പ്രസുപ്തം ഇവ വിശ്യത, ഉറങ്ങിക്കിടന്ന് ഇതെല്ലാം വികസിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ മനസ്സും ശരീരമൊക്കെ എവിടെ ഉറങ്ങിക്കിടന്നിരുന്നു? എവിടെ ഉറങ്ങിക്കിടന്നിരുന്നു? എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്നു. പിന്നീട് അത് എന്നിൽ നിന്നും വികസിച്ച് എന്നിൽ നിലനിന്ന് വീണ്ടും എന്നിലേക്കാണ് തിരിച്ചു വരേണ്ടത്. പക്ഷേ എന്നിൽ നിന്നാണ് വന്നതെന്ന ബോധം മറന്നാൽ ഈ മനസ്സ് ഉണ്ടായതിലൊക്കെ പോയി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പം ആരെ മറക്കും? ഭഗവാനെ മറക്കും. അങ്ങനെ നമ്മുടെ മനസ്സെന്ത് ചെയ്തു? എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് മറന്നുപോയി. ഇനി നമ്മൾ തിരിച്ച് ബോധ്യപ്പെടുത്തണം മനസ്സിനെ. നീ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിൽക്കുന്നതും ഭഗവാനുള്ളത് കൊണ്ടാണ്, നിനക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് മയി അനന്തഗുണേ അനന്തേ ഗുണദോ ഗുണവിഗ്രഹ യഥാസീൽ തതയേവാദ്യ സ്വയംഭൂ സമഭൂതജ. അനന്തഗുണമുള്ള ആദിയും അന്തവുമില്ലാത്ത എന്നിൽ നിന്ന് അനന്തേ ഗുണദോ, അനന്തമായിരിക്കുന്ന ഗുണങ്ങളുള്ള ഗുണവിഗ്രഹ,
ഈ ചിന്തകളാകുന്ന മനസ്സ് പൊങ്ങി വന്നു. യഥാസി തത് ഏവാദ്യ, പിന്നീട് അത് തന്നെ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ചിന്തകളായി. അതായത് സൃഷ്ടിസ്ഥിതി കാര്യങ്ങളൊക്കെ ഇതങ്ങ് വികസിച്ചു. അപ്പോൾ എന്നിൽ നിന്നാണ് ഇതൊക്കെ വികസിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് സവൈയതാ മഹാദേവോ മമ വീര്യോപബൃംഹിത മേനേ ഖിലമിവാത്മാനം ഉദ്യത സർഗകർമ്മണി. എല്ലാ സർഗങ്ങളും, അതായത് സൃഷ്ടികളും രൂപങ്ങളും ഇവിടെ വികസിച്ചിരിക്കുന്നതൊക്കെ എന്നിൽ നിന്നാണ് ഇതെല്ലാം വികസിച്ചു വന്നതെന്ന് ഒരിക്കലും മറന്നു പോകരുതേ ദക്ഷ. അപ്പം അങ്ങ് എന്തെല്ലാം വിസ്തൃതിയുള്ള സൃഷ്ടികർമ്മങ്ങൾ ചെയ്താലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ ഉള്ളത്? ഭഗവാനാണുള്ളത്, ഭഗവാനാണുള്ളത്. ഇതൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത്? കാരണം സൃഷ്ടി വർദ്ധിക്കും തോറും, ഇത് വിപുലമാവും തോറും നമുക്കുണ്ടല്ലോ ഭയം, ദുഃഖം, അസ്വസ്ഥതകൾ കൂടി വരും. ഇന്ന് നോക്കുള്ളൂ, ലോകത്തിൽ നിങ്ങൾ കൂടുതൽ വിഭവങ്ങൾ കൂടുന്തോറും കൂടുതൽ അസ്വസ്ഥതകളാണ്. കാരണം കൂടുതൽ ഇത് പ്രൊസസ് ചെയ്യണം, കൂടുതൽ എൻ്റേതാക്കി മാറ്റണം. അതിൻ്റെ പിന്നിലുള്ള ഓട്ടമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടെങ്കിലും നാളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഇതാണ് സമ്പത്തെന്ന് നമ്മൾ കരുതുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം, നഷ്ടപ്പെടുമോ എന്നോർക്കുമ്പോൾ ദുഃഖം, നഷ്ടപ്പെടുമോ എന്നോർക്കുമ്പോൾ ഭയം, ഇത്തരത്തിലുള്ള ദുർബല വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കണം. അപ്പം നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് പോകുന്നു? ഏതിലേക്ക് പോകണു? സൃഷ്ടിയിലേക്ക് പോകുന്നു. ഏതിലേക്ക് വരണം? ഈ സൃഷ്ടിയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത്, ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാനുള്ളത് കൊണ്ട് അതിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഇനി അങ്ങ് സൃഷ്ടി ചെയ്തോളൂ. ഇതേ കാര്യം തന്നെയാണ് കൃഷ്ണാവതാരം വരുമ്പോൾ ദേവകീദേവിയോടും വസുദേവരോടും പറയുന്നത്. നിങ്ങൾ പുത്രഭാവത്തിൽ എന്നെ സ്നേഹിക്കുമ്പോഴും ബ്രഹ്മഭാവത്തിൽ ചിന്തിക്കാൻ മറക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ബ്രഹ്മഭാവത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുതെന്ന് ഭഗവാൻ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങെന്ത് ചെയ്യണം? അസിഗ്നി നാമ, അസിഗ്നി എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് അങ്ങ് ഈ പരമ്പരകളൊക്കെ വർദ്ധിപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്നാണ്. ഇപ്രകാരം ആ അധ്യായം കഴിഞ്ഞു. പിന്നീട് 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയിൽ, അതായത് നേരത്തെ അസിഗ്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ദക്ഷൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവാൻ തുടങ്ങി. അവരെ ഹര്യശ്വന്മാരെന്ന് പറഞ്ഞു. അവരൊക്കെ ആണെങ്കിലോ ദക്ഷൻ നേരത്തെ ഒരു ആത്മീയ സംസ്കാരമുള്ള ആളായതുകൊണ്ട് ഇവരൊക്കെ തത്ര നാരായണ സരസ്തീർത്ഥം സിന്ധു സമുദ്രയോ സംഗമോ യത്ര സുമഹൻ മുനി സിദ്ധനിഷേവിധം. ഇവരൊക്കെ നാരായണ തീർത്ഥത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി ദക്ഷൻ പറഞ്ഞയച്ചു. അങ്ങനെ അവരൊക്കെ അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ തിരിച്ചു വരാറായി, തപസ്സൊക്കെ കഴിഞ്ഞിട്ട്. ആ സമയത്ത് അവിടെ നാരദ മഹർഷി എത്തിച്ചേർന്നു. അപ്പം നാരദർ ഈ കുട്ടികളോടൊരു സംവാദം ചെയ്യണം. വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമാണ്. കുറേ ചോദ്യങ്ങൾ നാരദർ ചോദിക്കുകയാണ്. ഉവാച ചാത ഹജ്യശ്വ കഥം സൃക്ഷത വൈ പ്രജാ അദൃഷ്ടാന്തം ഭുവോ യൂയം ബാലിശാഭത ബാലക തദൈക പുരുഷം രാഷ്ട്രം ബിലം ചാദൃഷ്ട നിർഗമം ബഹുരൂപാം ശ്രിയം ചാപി പുമാംസം പുംശലീപതിം നദീമുഭയോവാഹം പഞ്ചപജ്ജാത്ഭുതം ഗൃഹം ക്വചിഹംസം ചിത്രകഥം ക്ഷൗരഭവ്യം സ്വയം ഭ്രമിം കഥം സ്വപിതുരാദേശം അവിദ്വാംസോ വിപശ്ചിത അനുരൂപമവിജ്ഞായ അഹോ സർഗം കരിഷ്യത. ഇതൊക്കെ അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു തരുമെന്ന്. ഏതൊക്കെയാണ് ചോദ്യം? അദൃഷ്ടാന്തം ഭുവം, ഭുവോ ഭൂമിയുടെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദൃഷ്ടാന്തം ഭുവോ, ഭൂമിയുടെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ചോദ്യമല്ലേ? ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വെഡിത്തം ചോദ്യം ചോദിക്കുമോ? അങ്ങനെ ഒരു ചോദ്യം. അദൃഷ്ടാന്തം ഭുവോ, ഭൂമിയുടെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ചോദിക്കുകയാണ് ഏകപുരുഷം രാഷ്ട്രം, ഒരാൾ മാത്രമുള്ളൊരു രാജ്യം, അതിന് രാജ്യം ഉണ്ടാവുമോ? ഒരാൾ മാത്രമുള്ളൊരു രാജ്യം. ബിലം ച അദൃഷ്ട നിർഗമം, ഒരിക്കൽ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയാൽ, വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വീട് ഏതാണ്? പുറത്ത് കടന്നാൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. പുറത്ത് കടന്നാൽ അകത്തേക്ക് വരാൻ പറ്റാത്ത വീട്. നദീം ഉഭയതോ വാഹം, മുകളിലേക്കും താഴേക്കും ഒഴുകുന്ന നദി ഏതാണ്? വല്ലതൊക്കെ കയറുണ്ടോ? വിഷമിക്കേണ്ട, ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. പഞ്ചാപഞ്ചാത്ഭുതം ഗൃഹം 5x5 എത്രയാ?
25 25 സാധനങ്ങൾ ചേർന്നൊരു ഗ്രഹം. ക്വചിത് ഹംസം, ഒരു ഹംസത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ചിത്രകഥം, അതിൻ്റെ കഥകൾ വല്ലതും അറിയോ? ക്ഷൗരഭവ്യം സ്വയം ഭ്രമിം, വളരെ കൂർത്തതും ബീഭത്സവുമായിട്ടുള്ള ചുറ്റിക്കറങ്ങുന്ന ഒരു ചക്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വല്ലതും അറിയോ? അതൊക്കെ നിങ്ങളോടല്ല, അവരോട്. ഇതൊന്നും അറിയാതെ നിങ്ങൾ എന്ത് സൃഷ്ടിയാണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഭൂമിയുടെ അറ്റം കണ്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ മാത്രം താമസിക്കുന്ന രാജ്യം ഏതാണ്? ഒരിക്കൽ പുറത്ത് കടന്നാൽ അകത്ത് കയറാൻ പറ്റാത്തത്. ചില ചോദ്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ചില വിഷമങ്ങൾ, അത്ര ബുദ്ധിയില്ലെങ്കിൽ വളരെ പ്രയാസം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾ? അതിനുള്ള ഉത്തരം അവർ പറയാണ്. ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്താം. തന്നിശമ്യാദഹര്യസ്യ ഔൽപത്തികമനീഷയ വാചകൂടം തുദേവർഷേ സ്വയം വിമർശരുദ്ധിയ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ വിമർശിച്ചുകൊണ്ട്, വിവേചനം ചെയ്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് അങ്ങൊന്ന് പറഞ്ഞു തന്നാലൊന്ന്. ആദ്യം പറയുന്നു, ഭൂക്ഷേത്രം ജീവസപ്നം. ഭൂ എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭൂമി എന്ന് പറഞ്ഞുകൊള്ളണം.